NDA പ്രവേശനം പാർട്ടി കൂട്ടായി എടുത്ത തീരുമാനമെന്നും 99% പാർട്ടി അംഗങ്ങളുടെയും പിന്തുണയുണ്ടെന്നും 2020 ചീഫ് കോർഡിനേറ്റർ സാബു ജേക്കബ് ന്യൂസ് 18 അഭിമുഖത്തിൽ പറഞ്ഞു. BJPയിൽ ചേരുകയല്ല, NDAയുടെ ഭാഗമാവുകയാണ് ചെയ്തതെന്നും അതിൽ ജാതിയും മതവും പ്രശ്നമല്ലെന്നും സാബു ജേക്കബ് പറഞ്ഞു. പാർട്ടിയിൽ നിന്നും വിട്ടുപോയവരെ കുറ്റം പറയില്ലെന്നും 100 പേർ ഒഴികെയെത്തുന്നു എന്നത് ആരും മറക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു. പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഈ കാര്യം ഏകപക്ഷീയമായിട്ട് ഒരു വ്യക്തി അല്ലെങ്കിൽ പാർട്ടിയുടെ പ്രസിഡന്റ് എടുത്തതാണോ എന്ന്. കാരണം ഇത് കഴിഞ്ഞ ദിവസം ഇക്കാര്യത്തെപ്പറ്റി പുറലോകം അറിയുന്നത് തന്നെ ഇതിനു വേണ്ടിയിട്ടുള്ള പത്രസമ്മേളനം വിളിച്ച് ആ സമ്മേളനം നടക്കുന്നതിന് 15 മിനിറ്റ് മുമ്പാണ്. ഇത് 2020 പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയിലും ജില്ലാ കമ്മിറ്റിയിലുമെല്ലാം ചർച്ച ചെയ്ത് വളരെ മുമ്പ് തന്നെ തീരുമാനമെടുത്തുള്ളൊരു കാര്യമാണ്. ഈ ചർച്ചയിൽ പലരും സ്വതന്ത്രമായിട്ട് തന്നെ നിന്നാ മതി എന്നുള്ള അഭിപ്രായക്കാരുണ്ടായിരുന്നു. UDFന്റെ കൂടെ ചേരണമെന്നുള്ള അഭിപ്രായമുള്ള ആളുകളുണ്ടായിരുന്നു. എന്നാൽ LDFന്റെ കൂടെ കൂടണമെന്ന് ഒരാൾ പോലും അഭിപ്രായമുണ്ടായിരുന്നില്ല. അതേസമയത്ത് ഭൂരിപക്ഷം ആളുകളും NDAയുടെ കൂടെ ഭാഗമാകണം എന്നുള്ള അഭിപ്രായമാണ് അവിടെ രേഖപ്പെടുത്തിയത്. അങ്ങനെ ആ യോഗത്തിൽ യുക്തമായ തീരുമാനമെടുക്കാനായിട്ട് പാർട്ടി അധ്യക്ഷനെ ചുമതലപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പോ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്നുണ്ടായ, ആരും അറിയാതെ, ആരോടും ചർച്ച ചെയ്യാതെ എടുത്ത തീരുമാനമാണ് എന്നുള്ളത് വസ്തുതാവിരുദ്ധമാണ്. ഡാനി ഇപ്പോൾ വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. ഡാനി, ഈ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് കുറെ ആളുകളൊക്കെ ഇന്നലെ പാർട്ടി വിട്ടിരുന്നു. കൂടുതൽ കൊഴിഞ്ഞുപോക്ക് ഉണ്ടാകുന്നുണ്ടോ, അതോ സാബു ജേക്കബ് പറഞ്ഞതുപോലെ 99% ആളുകളും തുടരുന്നുണ്ടോ അവർക്കൊപ്പം? രഞ്ജിത്ത്, ഇതിൽ കൂടുതൽ കൊഴിഞ്ഞുപോക്ക് എന്ന് തന്നെയാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. കാരണം ഇന്നലെയും കുറച്ചു പേര് അത് നേരത്തെ വലിയ ഭാരവാഹിത്വങ്ങളിൽ ഉണ്ടായിരുന്നവർ, അതോടൊപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നേരത്തെ സ്ഥാനമാനങ്ങൾ വഹിച്ചിരുന്നവരടക്കം ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞു അവർക്കൊപ്പം മറ്റു പ്രവർത്തകരും കൂടിയെത്തും. സാധാരണക്കാരായ പ്രവർത്തകർ പലപ്പോഴും ഇത്തരം ഈ വാർത്താ സമ്മേളനങ്ങളോ മറ്റു പലതോ വിളിച്ചുകൂട്ടി പ്രഖ്യാപിക്കേണ്ടതില്ല. ഉയർന്ന സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരാണ് തങ്ങൾ പാർട്ടി വിടുകയാണെന്നെല്ലാം തന്നെ പറയുന്നത്. അതുകൊണ്ട് തങ്ങൾക്കൊപ്പം നിരവധിയായ ആളുകൾ ഇതിന് പാർട്ടി വിടുന്നു, 2020 വിട്ട് പുറത്തേക്ക് വരുന്നു. നിലവിലത്തെ സാഹചര്യത്തിൽ അവർക്കിതിനോട് ഒത്തുപോകാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല എന്ന് പറയുന്നു. ഇപ്പോൾ സാബു ജേക്കബിൻ്റെ വാക്കുകളിലുമുണ്ട് കുറച്ച് പേർ പാർട്ടി വിട്ടേക്കാം, എന്നാലും കൂടുതൽ പേർ ഇവിടേക്ക് വരുമെന്ന് പറയുന്നു. പക്ഷേ നമ്മളിപ്പോൾ കാണുന്നത് കുറേയധികം പേർ 2020 വിട്ട് പുറത്തു വരാനുള്ള സന്നദ്ധത പ്രകടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കുറച്ച് പേർ CPMലടക്കം ചേരുന്നതായിട്ട് അറിയിച്ചിട്ടുണ്ട്. ഇന്നലെ ഏരിയ സെക്രട്ടറി അടക്കം ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തു. PV ശ്രീനിജൻ MLA, സ്ഥലം MLAയും ഇത്തരം കാര്യങ്ങൾ പറയുന്നുണ്ട്. കൂടുതൽ ആളുകൾ CPMലേക്കും വരുന്നുവെന്നെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ 2020ക്ക് സ്വന്തം തട്ടകത്തിൽ ഒരു തിരിച്ചടി ഉണ്ടാകുന്നു എന്നത് ഒരു പരിധിവരെയെങ്കിലും വാസ്തവമാണ്. കാരണം ഒരു പുതിയ പാർട്ടിയെ അല്ലെങ്കിൽ ഒരു പുതിയ സഖ്യത്തെ ഉൾക്കൊള്ളാനായിട്ട് ഒപ്പം നിൽക്കുന്ന എത്ര പേർക്ക് കഴിഞ്ഞു എന്ന ഒരു ചോദ്യമായിട്ട് അവശേഷിക്കുന്നു. കാരണം ഇതിൽ പലരും തന്നെ ഈ തരം തങ്ങളിത് പാർട്ടി വിടുകയാണെന്ന് പറയുന്നത് കൊണ്ടാണിത്. ഏതായാലും NDAയിലേക്കുള്ളൊരു പ്രവേശനം ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നു എന്നത് അദ്ദേഹം സ്ഥിരീകരിക്കുന്നു. ഒപ്പം ഈ വരും ദിവസങ്ങളിലാണ് അത് കൂടുതൽ പരിശോധിക്കപ്പെടേണ്ടത്. നിരവധിയായ പഞ്ചായത്തുകളിൽ ഇപ്പോൾ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഇതുപോലുള്ള പൂത്തൃക്ക പോലുള്ള പഞ്ചായത്തുകളിലെല്ലാം തന്നെ ടോസിലൂടെയാണ് അവിടെ 2020ക്ക് ഭരണം ഉണ്ടായത്. അപ്പോൾ അവിടെ എല്ലാം തന്നെ ഇപ്പോൾ ബലാബലം നിൽക്കുന്നൊരവസ്ഥയാണ് മറ്റു മുന്നണികൾ നിൽക്കുന്നത്. അപ്പോൾ അത് സാങ്കേതികമായ വിഷയങ്ങൾ സ്വീകരിക്കും. വടവുകോട് പുത്തൻകുരിശിലും 2020യുടെ 2 പേരുടെ പിന്തുണയിൽ UDF ഭരണം കൊണ്ടുപോകുന്നു. ഇവിടെയെല്ലാം കാര്യങ്ങൾ കുറച്ചുകൂടി സങ്കീർണമാകാൻ തന്നെയാണ് സാധ്യത. കാരണം തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ, 2020യുടെ പ്രതിനിധികൾ രാജിവെക്കാൻ വരെ സാധ്യതയുണ്ട് എന്നതെല്ലാം തന്നെ പറയുന്നുണ്ട്. ഈ വരും ദിവസങ്ങളിലായിരിക്കും അത് കുറച്ചുകൂടി വ്യക്തമാക്കുക. കാരണം ഇപ്പോഴത്തെ ഒരു നിലപാടിനോട് യോജിച്ചു പോകാൻ കഴിയില്ല എന്ന് പലരും തന്നെ പറയുകയും ചെയ്യുന്നുണ്ട്.
സാബു ജേക്കബ് ആവട്ടെ ഇടത് വലത് കക്ഷികൾ അത് തങ്ങളെ ശ്വാസം മുട്ടിക്കുന്ന രീതിയിലേക്ക് വരുന്നു, നിൽക്കാൻ പറ്റാതെ വരുന്ന സാഹചര്യത്തിലാണ് തങ്ങൾ ഒരു പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങളിലേക്ക് പോയതെന്ന് പറയുന്നു. ഇത് മുഴുവൻ പേരോടും ആലോചിച്ചുകൊണ്ട് കൈക്കൊണ്ട തീരുമാനമാണിതെന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അതേസമയം വലിയ ആക്ഷേപങ്ങൾ അതിനെതിരെയും ഉയരുന്നുണ്ട്. ആരോടും ചർച്ച നടത്തിയിട്ടില്ല എന്നതടക്കമുള്ള ആക്ഷേപങ്ങളാണ് ഉയരുന്നത്. എന്തായാലും കഴിഞ്ഞ കുറച്ച് നാളുകളിൽ വലിയ ചർച്ചയായിരുന്ന 2020 വീണ്ടും ചർച്ചകളിലേക്ക് നീങ്ങുകയാണ്. അത് ഈ ഇപ്പോഴുള്ള മുന്നണി പ്രവേശനവുമായെല്ലാം തന്നെ ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്ന ഈ ഒരു ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു കൂട്ടുകെട്ടിലേക്ക് വന്നിരിക്കുന്നത്. കഴിഞ്ഞ തവണ 2020 ഒറ്റയ്ക്ക് മത്സരിച്ച എറണാകുളം ജില്ലയിൽ 8 നിയമസഭാ മണ്ഡലങ്ങളിലും താരതമ്യേന മികച്ച പ്രകടനം കാഴ്ചവെക്കാനായിട്ട് ഒരു പൊതു പാർട്ടി നിരത്തിൽ കാഴ്ചവെക്കാൻ കഴിഞ്ഞിരുന്നു. പക്ഷേ ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള പ്രതീക്ഷ നൽകുന്ന പ്രകടനമായിരുന്നില്ല. തീർത്തും നിറമങ്ങിപ്പോയി. പ്രത്യേകിച്ച് കൊച്ചിൻ കോർപ്പറേഷൻ അടക്കമുള്ള ഇടങ്ങളിൽ അവർക്ക് ഒരു മേൽവിലാസം ഉണ്ടാക്കിയെടുക്കാൻ പോലും കഴിഞ്ഞില്ല എന്നൊരു യാഥാർത്ഥ്യം കൂടി ഇതിനൊപ്പം ചേർത്ത് വായിക്കേണ്ടതുണ്ട്. രഞ്ജിത്ത്, കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.